വെൽക്കം ടു എജുപോർട്ട്. എക്സാം തൊട്ടടുത്തെത്തി. നിങ്ങൾ എല്ലാവരും എല്ലാ ടോപ്പിക്സും എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയാലോ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് മിസ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. റെഡി ആണല്ലോ? നമുക്ക് എക്സാം പൊളിച്ചെടുക്കണ്ടേ? നോക്കിയോ, നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് മിസ്സിന്റെ മക്കൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. റെഡി ആണല്ലോ? ആദ്യത്തെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കഹാനി കെ ആധാർ പർ സഹി യാ ഗലത് കാ നിശാൻ ലഗായേ. നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് വാക്കുകൾ സെന്റൻസുകളൊക്കെ തരും. എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വന്നിട്ട് നോക്കിയോ. പത്തേ കി നാവ് പലട്നെ പർ ക്യാ ഹുവാ ജോഡ് കർ ലിഗേ. തോണി കൊണ്ടുണ്ടാക്കിയ ഇല കൊണ്ടുണ്ടാക്കിയ തോണി മറിഞ്ഞ സമയത്ത് എന്തൊക്കെയാണ് നടന്നത്? ഇതേപോലെ ബോക്സ് തരും. നിങ്ങൾ എന്നിട്ട് ബോക്സിൽ ഇവിടെയൊക്കെ നിങ്ങൾ ഫുൾ ആക്കിയിട്ട് എഴുതണം. റെഡി അല്ലേ? ഓക്കെ, സെറ്റ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നോക്കിയോ. ബാരിഷ് കെ മൗസം മേ ഗുഡു ഓർ ഗുഡ്ലിനെ ക്യാ ക്യാ കിയേ. ബാരിഷ് കെ മൗസം, മഴക്കാലത്ത് ഗുഡുവും ഗുഡ്ലിയും എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കഹാനിയിൽ നിന്ന് നിങ്ങൾ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിയോ. ഗുഡു കി ഡയറി ലിഖേ. ഗുഡുവിന്റെ എന്താണ് നിങ്ങളുടെ ചോദിച്ചത്? ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഡയറി ക്വസ്റ്റ്യൻ മക്കളെ വെരി ഇമ്പോർട്ടന്റ് ആണ്. നന്നാക്കി പഠിച്ചു വെച്ചോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും ഡയറി ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചാപ്റ്റർ ഏതാണ്? ബയാ ഹമാരി ചിടിയാ റാണി. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡിയാണ്? ആദ്യത്തത് കവിത കാ ആശയ ലിഖേ. കവിതയുടെ ആശയം 100% മിസ്സിന്റെ മക്കൾ എല്ലാവരും ഉറപ്പിച്ചോ. കവിതയുടെ ആശയം നിങ്ങൾക്ക് എഴുതാൻ വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നിമ്നലിഖിത് ആശയ വാലി പംക്തിയാം ചുനേ. ആശയം വരുന്ന, താഴെ കൊടുത്ത് ആശയം വരുന്ന വരി എഴുതുക. ഇങ്ങനെ ആശയങ്ങൾ നിങ്ങൾക്ക് താഴെ തരും. എന്നിട്ട് നിങ്ങൾ അത് ഏത് വരിയിലാണ് എന്ന് താഴെ എഴുതണം. വരി നിങ്ങൾ താഴെ എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ. കൺഫേം ക്വസ്റ്റ്യൻ ആണ്. നന്നാക്കി പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് നോക്കിയേ. സമാൻ അർത്ഥ വാലെ ശബ്ദ കവിത സേ ചുനേ. അർത്ഥങ്ങള്, ഓക്കെ, ഒരു വേർഡ് തരും. ആ വേർഡിന്റെ അതേ അർത്ഥം വരുന്നത് ഏതാണ് എന്ന്, ആ വേർഡിന്റെ അതേ അർത്ഥം വരുന്ന വേർഡ് കവിതയിൽ നിന്നും എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രമേം ക്യാ ക്യാ ഹോ രഹേ ഹേ. എന്താണ് ചിത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യവും വരും. ചിത്രം തന്നിട്ട് ചിത്രത്തിൽ എന്താണ് എന്ന് നിങ്ങൾ എഴുതണം. റെഡിയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവോം കോ ജീനേ ദോ വിഷയ് പർ ടിപ്പണി ലിഖേ. ടിപ്പണി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ജീവോം കോ ജീനേ ദോ. ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മിസ്സിന്റെ മക്കളുടെ അടുത്ത് ചോദിക്കും. ടിപ്പണി തയ്യാറാക്കാൻ ടിപ്പണി നന്നാക്കി പഠിച്ചു വെച്ചോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡിയാണ്? നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? തും ജിയോ ഹസാരോം സാൽ സാൽ കെ ദിൻ ഹോ 50,000. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അറിയണ്ടേ? നോക്കിയോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഹാനി കെ ആധാർ പർ താലികാമേം സഹിയാ ഗലത്ത് ലിഖേം. തൊട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. സഹിയാണോ ഗലത്താണോ, ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എഴുതണം. ഒരുപാട് എണ്ണം ഇവിടെ തരും. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഹി മിലാൻ കർക്കെ വാക്യ ബനായേ. സഹി മിലാൻ കർക്കെ. ഇത് മക്കളെ 100% ഉറപ്പിച്ച് മിസ് പറയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ നിങ്ങൾ കാണുന്നത്. റെഡി? സഹി മിലാൻ എന്തായിരുന്നു? മാച്ച് ദി ഫോളോയിങ് ആണ്. സെറ്റ്. അടുത്ത നോക്കിയേ. बर्थडे कार्ड की विशेषताओं पर निम्मी और सहेली रीना के बीच बातों होती है. बातचीत तैयार करें. എന്താണ്? കോൺവെർസേഷൻ ആണ്. റെഡി ആണല്ലോ? ബാത്ചീത്ത് കോൺവെർസേഷൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നന്നാക്കി പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അടുത്ത ചാപ്റ്റർ ജന്നത്ത് കെ ബച്ചേം. ജന്നത്ത് കെ ബച്ചേം ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഏതാണ് അറിയണ്ടേ? നോക്കിയോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ फिल्मी लेख में अली जाहिरा और लेखक समीर से संबंधित कई बातों है. ആരൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? അലി സാഹിറ, ലേഖക് സമീർ, ഇവരെ കുറിച്ചിട്ടുള്ള ഒരുപാട് ബാത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. അത് നിങ്ങളുടെ അടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അലി സാഹിറ, ലേഖക് സമീർ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ബോക്സ് ആക്കി എഴുതണം. ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കും. റെഡി ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ
आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ഇറാനി ഫിലിം का പ്രദർശൻ होने वाला है. നിങ്ങളുടെ സ്കൂളില് ജന്നത്ത് കെ ബച്ചെ എന്ന സിനിമയുടെ പ്രദർശനം നടക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏക് പോസ്റ്റർ തയ്യാർ കരേം, സൂചന നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കണം. പോസ്റ്റർ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയോ. യെസ്, ഫിലിം പ്രദർശനി കെ ലിയെ ഉദ്ഘോഷൻ തയ്യാർ കരേം. ഉദ്ഘോഷൻ, അറിയിപ്പ് തയ്യാറാക്കണം ഫിലിം പ്രദർശനത്തിനെ കുറിച്ചിട്ട്. റെഡി? ഓക്കെ ആണല്ലോ? യെസ്, നന്നാക്കി പഠിച്ചോ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ 7ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് എക്സാമിന് ഹിന്ദിയിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. മിസ്സിന്റെ മക്കൾ എല്ലാവരും തകർത്ത് പഠിച്ചോ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ആണ്. ഓക്കെ, താങ്ക് യു മക്കളെ.